ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചത് തിടുക്കമാണെന്ന് നടൻ പ്രകാശ് രാജ്. സാഹചര്യം മനസ്സിലാക്കി സമയമെടുത്തായിരുന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടിയിരുന്നത്. ശബരിമലയെ രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വശവും പരിശോധിച്ച ശേഷമായിരുന്നു യുവതീ പ്രവേശനം നടപ്പാക്കേണ്ടിയിരുന്നത്. സർക്കാരിന്റെ തിടുക്കം ബിജെപിക്ക് സുവർണ അവസരമായെന്നും പ്രകാശ് രാജ് പ്രതികരിച്ചു. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. കേരളത്തിൽ ശബരിമല വിഷയത്തിൽ പാർട്ടികളെല്ലാം രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കേരളം ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഇനിയും ഇവിടേക്ക് വരും. പക്ഷെ ഒരു പ്രളയം നിങ്ങളെ ഒന്നാക്കിയപ്പോൾ നിങ്ങളെ ശബരിമല വിഷയത്തിൽ തമ്മിലടിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ നാട്ടിൽ ദൈവം പ്രശ്നമാണെന്നത് കഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിൽ കമൽഹാസന്റെയും രജനീകാന്തിന്റെയും ആരാധക കൂട്ടം വോട്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കണം, ജനങ്ങൾക്കും വേണ്ടി സംസാരിക്കണം. നമ്മുടെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് അവർക്ക് മനസ്സിലാകണം. രാഷ്ട്രീയ അറിവ് വേണം. നടനായതുകൊണ്ട് മാത്രം വോട്ട് കിട്ടുന്ന കാലം കഴിഞ്ഞെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രലിൽ സ്വതന്ത്രനായി ജനവിധി തേടുമെന്നും പ്രകാശ് രാജ് നേരത്തെ അറിയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ പുതുവത്സര ദിനത്തിലായിരുന്നു തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. സംഘപരിവാർ വിരുദ്ധ നിലപാടുകളിൽ വലിയ ജനശ്രദ്ധ കിട്ടിയതിന് പിറകെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം വ്യക്തമാക്കിയത്. ഗൗരി ലങ്കേഷ് വധത്തിൽ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ശക്തമായ പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. രാജ്യത്തെ വ്യവസ്ഥിതികൾക്കെതിരെ സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും തന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടാറുണ്ടെന്നും പക്ഷെ തനിക്ക് പേടിയില്ലെന്നും നടൻ പറഞ്ഞു. അതേസമയം നാടിനെ കലാപഭൂമിയാക്കിയ ഏറ്റവും ബുദ്ധിഹീനനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന കാലവും ചരിത്രവും മുദ്രകുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കാണേണ്ട മുഖ്യമന്ത്രി വിഭാഗീയതയും അതിലൂടെ സംഘർഷവും വളർത്തുന്നതിന് അഗ്രഗണ്യനാണെന്നും തെളിയിച്ചു. കോടതി വിധിയുണ്ടെങ്കിലും പ്രായോഗിക ബുദ്ധിയോടെ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് പകരം തെരുവ് യുദ്ധത്തിലേക്ക് നയിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനും CPM-നുമാണ്. നവോത്ഥാന നായകനാകാൻ കച്ചകെട്ടിയിറങ്ങിയ മുഖ്യന്റെ അപഹാസ്യ മുഖമാണ് സംസ്ഥാനം കണ്ടത്. ജനമനസ്സുകളിൽ വർഗീയ വിദ്വേഷത്തിന്റെ വിത്തുപാകി വളവും വെള്ളവും നൽകി മുളപ്പിക്കുന്നതിൽ സർക്കാർ വിജയിച്ചു. രാവിന്റെ മറവിൽ യുവതികളെ മല കയറ്റുന്ന സർക്കാരും അതിനുവേണ്ട ഒത്താശ ചെയ്യുന്ന DGP-യും സാധാരണ ഭക്തർക്ക് അവസരങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ശുഷ്കാന്തി കാട്ടുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.